കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ ബിരുദധാരിയായിട്ടുള്ള ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവ് 1912 ജൂലൈ 4-നായിരുന്നു അവർ ജനിച്ചത്. ഇന്ന് അവരുടെ ജന്മദിനാണ്. അപ്പോൾ അത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ സംരംഭകർക്കായിട്ട് അവരുടെ ഒരു നമ്മളെപ്പോഴും സമൂഹത്തിൽ കോടിക്കണക്കിന് രൂപ വിവിധ പദ്ധതികളിലായി നമ്മുടെ വകുപ്പിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം സ്ത്രീകൾക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം നമ്മൾ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ടും മറ്റും വിശദമായിട്ടുള്ള ചർച്ചകൾ എങ്ങനെ ഇതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പ്രധാനം എപ്പോഴും നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും അത് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു സ്ത്രീക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് ഒരു പുതിയ സ്കീമിന് നേതൃത്വം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവര് ഒരു പദ്ധതി പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ അതിന്റെ 75% സബ്സിഡി ആയിട്ട് അത് 10 ലക്ഷം രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് വകുപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ത്രീകള് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിന് പേരിടണം, അതിനൊരു നല്ല പേര് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തിയിട്ടുള്ള വനിതാ നേതാക്കന്മാരെ പലരെയും നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അപ്പൊ അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന വനിതാ നേതാവിന്റെ ആണ് എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നടപ്പിലാക്കാൻ പോകുന്ന ഈ സ്വയം സംരംഭത്വം അവരെ സ്വാശ്രയത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് ദാക്ഷായണി എന്നുള്ള പേര് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 1912 അവർ നിര്യാതയായതാണ്. അപ്പൊ അതിനുശേഷം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിൽ അവരുടെ പേര് നൽകപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ വകുപ്പിന് അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അവരോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ അവരുടെ മകളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്കും നമ്മുടെ വകുപ്പിനും അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വകുപ്പിനെ സംബന്ധിച്ചും വളരെ സന്തോഷവും അഭിമാനമാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത എന്നുള്ള നിലയിൽ എനിക്കും പേഴ്സണലിയും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മിനിസ്റ്റർ എന്നുള്ള നിലയിലും എനിക്കും അത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന്റെ സോഫ്റ്റ് കോപ്പി എല്ലാവർക്കും എത്തിക്കും. അപ്പോൾ അതുകൂടി അറിയിക്കുകയാണ്. അപ്പൊ ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകളെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ദാക്ഷായണി വേലായുധന്റെ പ്രസക്തി. അവര് ഇപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർവഹണ സമിതിയിൽ നമ്മൾ നോക്കിയാൽ ആകെ 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിലുണ്ടായിരുന്ന ഏക ദളിത് നേതാവാണ് ദാക്ഷായണി വേലായുധൻ. അപ്പൊ അതുകൂടി ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിട്ടുള്ള ഒരു വനിതാ നേതാവ് കൂടിയാണ്. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. അപ്പൊ ആ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം കേരളത്തിൽ ഉടനീളം വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ വകുപ്പിന്റെ ഡയറക്ടറേറ്റുകളിലും ഒക്കെ നമ്മൾ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഒരു അദാലത്ത് നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് ജൂലൈ 29, 30, 31 തീയതികളിലായിട്ട്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ആളൊരു പരാതി കൊടുത്താൽ അത് അവർക്ക് നീതി കിട്ടാൻ കാലതാമസം വരുമ്പോൾ അതൊരു അനീതിയായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പൊ ആ ഒരു അനീതി നമ്മുടെ വകുപ്പിന്റെ കീഴിൽ പരാതി കൊടുത്ത ആർക്കും വരാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അദാലത്ത് സംഘടിപ്പിക്കുന്നത്. അപ്പൊ 3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ 3 വകുപ്പിലും, അത് പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്കക്ഷേമം, ഈ 3 വകുപ്പുകളിലും നമ്മൾ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ഒരു അദാലത്ത് സംഘടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കപ്പെടുന്ന പരാതികളിലും അപേക്ഷകളിലും എണ്ണം കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല. മറിച്ച്
നല്ല ക്വാളിറ്റി ഉള്ള പരിഹാരം ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, ഒരാളൊരു അപേക്ഷ കൊടുത്തു അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു, അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പം നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ, നമ്മൾ ഒരാൾ 100% നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന അപേക്ഷകളോ പരാതികളോ ആയിരിക്കില്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വരും. പക്ഷെ അങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അത് നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്നുള്ളത് പലപ്പോഴും അപേക്ഷകരെ നമ്മൾ അറിയിക്കാൻ പലപ്പോഴും വീഴ്ച വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കൊടുത്ത ആളുടെ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു കാരണവശാലും നമുക്ക് പരിഹരിക്കാനോ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, നമ്മളിത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് തന്ന ആളുകളെ അറിയിക്കുക എന്നുള്ളത് നമ്മളൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് കുറെ കാലങ്ങളായിട്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലുണ്ട്. അതുകൂടി ഈ അദാലത്ത് നടത്തുന്നതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. കാരണം നമ്മളെ കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല എങ്കിൽ അത് അവരെ തുറന്നു പറയുക, എന്ത് കാരണം കൊണ്ടാണ് നമുക്കത് പരിഹരിക്കാൻ കഴിയാത്തത് എന്നുള്ളത് അവരോട് തുറന്നു പറയാം. അല്ലെങ്കിൽ അവരിങ്ങനെ ഈ പരാതി അപേക്ഷ തന്ന് മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. പിന്നെ പരിഹരിക്കാനും കഴിയുന്നത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പരിഗണിക്കുക, അതിനുള്ള തീർപ്പ് കൽപ്പിക്കുക, അവർക്ക് നീതി കൊടുക്കുക. പിന്നെ ഒരു പരാതി തരുമ്പം ഏതൊരു കുടുംബമാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും തന്ന നിമിഷം മുതൽ വലിയ പ്രതീക്ഷയിലായിരിക്കും. അപ്പൊ ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനുള്ളത്. അതായത് നിങ്ങൾ അങ്ങനെ നോക്കി കാണരുത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്കാണ്, പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ വകുപ്പിന്റെ ഒരു പോരാളികൾ എന്ന് പറയുന്നത്. കാരണം അവരാണ് ഈ വീടുകളിൽ നേരിട്ട് പോകുന്നത്. അവർക്കാണ് ഈ വീടുകളിൽ ഇപ്പം ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാര്, അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അവരാണ് ഈ ഡാറ്റ ശേഖരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ശേഖരിച്ച് വകുപ്പിന്റെ വിവിധ തലങ്ങളിലുള്ള അവർക്ക് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന അവരുടെ ഓഫീസിൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടിയെടുത്ത് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല നമ്മുടെ വകുപ്പിന്റെ ഉദ്ദേശം. ഞാൻ നേരിട്ട് ആ കുട്ടികളെയും കുട്ടികളുടെ അമ്മയും നേരിട്ട് സന്ദർശിച്ചതാണ്. അവരോട് നേരിട്ട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പൊ ഇവര് ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്താണെങ്കിലും ഇവര് പ്രസവിച്ചതിന് ശേഷമാണെങ്കിലും ഈ പ്രൊമോട്ടർ അവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അത് അവരുടെ നേരിട്ട് തന്നെ ഞാൻ അവരോട് സംസാരിച്ചത് ഉറപ്പുവരുത്തിയതാണ്. അപ്പം ഇതൊരു ST പ്രൊമോട്ടർക്ക് എതിരെ നടപടി എടുത്തുകൊണ്ട് പ്രശ്നം ഒതുക്കാനായിട്ട് കഴിയില്ലല്ലോ. നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വളരെ വിശദമായിട്ടുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കും. ഇപ്പൊ ചെയ്തത് ഈ പറയുന്ന, കാരണം നമ്മുടെ സംസ്ഥാനത്തുടനീളം SC/ST പ്രൊമോട്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഏറ്റവും പ്രൈമായിട്ടുള്ള അവരുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകളാണ്. അവരുടെ വിവരശേഖരണം നടത്തുകയും അത് വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവരിലേക്ക് സഹായം എത്തിക്കുകയും ചെയ്യാന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ അവിടെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നടപടി എടുക്കാതെ അത് സാരില്ല പോട്ടെ എന്നുള്ള മനോഭാവം വകുപ്പിന് സ്വീകരിക്കാനായിട്ട് കഴിയില്ല. കാരണം അങ്ങനെ പലപ്പോഴും സ്വീകരിച്ചത് കൊണ്ടാണ് വകുപ്പിന്റെ പല ഉന്നതികളിലാണെങ്കിലും പല ഊരുകളിലാണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും അത് നോക്കിയിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ തയ്യാറല്ല. അതിനെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളത് മറ്റ് സ്ഥലങ്ങളിലും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സേവനം ഉറപ്പുവരുത്തുന്ന ആളുകൾക്കുള്ള ഒരു സൂചന കൂടിയായിട്ടാണ് ആ നടപടി എടുത്തിട്ടുള്ളത്. അത് തികച്ചും മാതൃകാപരമാണ്. മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും അതിലില്ല.